ഇത് ഇത് ചെറിയ തോതില്ല, ഇതിൽ ഫുള്ളി ഒരു ഈ ഫീമെയിൽ ഓറിയന്റഡ് പറയാൻ പറ്റത്തില്ല. ഞാൻ ഈ മമ്മി ആൻഡ് മീ ചെയ്തായിരുന്നു. ആ സമയത്ത് ഒരു കൊച്ചു സിനിമയാണ്, ഫീമെയിൽ സെൻട്രിക്കാണ്. ഉർവശി ചേച്ചിയും അവരുമാണ് ആ സിനിമ കൊണ്ടുവന്നത്, മോളുമാണ്. അന്ന് ഒരു പ്രൊഡ്യൂസറെ കിട്ടാൻ ഞാൻ 2.5 കൊല്ലം നടന്നു. ഇന്ന് കാലം മാറി. ഇന്ന് അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. ഒന്നാമത് സിനിമയിൽ അങ്ങനെ സ്ത്രീ പുരുഷൻ അങ്ങനെ ഒരു ഭേദത്തിൻ്റെ ആവശ്യമില്ല. ആരാ ക്യാരക്ടർ ലീഡ് ക്യാരക്ടർ ചെയ്ത് അത് തിയേറ്ററിൽ ഓഡിയൻസിന് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പടം ഓടും. അത് ഇതിന് മുമ്പും പ്രൂവ് ചെയ്തിട്ടുണ്ട്, അത് ഇപ്പോഴും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ. നല്ല സബ്ജക്റ്റ് എടുത്ത് നന്നായിട്ട് മേക്ക് ചെയ്യുക, അതാണ് ലോഗിൻ ചെയ്തത്. അപ്പം അതൊക്കെ ഒത്തിരി പോസിറ്റീവ്സാണ്. ഏറ്റവും വലിയൊരു ഭാഗ്യം ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ കേരളത്തിൽ ഈ മലയാള ഇൻഡസ്ട്രിയിൽ ഭാഗമായിട്ട് നിൽക്കുന്നു. നമുക്കതിനുള്ള ഒരു സ്പേസ് ഉണ്ട്, അത്രയും നല്ലൊരു ക്വാളിറ്റി, നല്ല ഓഡിയൻസ് ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. ആൻഡ് വേറൊരു പോസിറ്റീവ് ഇപ്പം ബാക്കിയുള്ള ലാംഗ്വേജസ് മാറിക്കൊണ്ടിരിക്കുക. അവർ നമ്മുടെ മലയാളം കണ്ടു തുടങ്ങുന്നു. ഇത് ഭയങ്കര നമ്മുടെ മാർക്കറ്റ് വലുതാവുന്നു, നമ്മുടെ സിനിമയുടെ ക്വാളിറ്റി നമുക്ക് കൂട്ടാൻ പറ്റുന്നു. ഒത്തിരി ഒരു പോസിറ്റീവ് ടൈമാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം. അപർണയുടെ കൂടെ ഇപ്പം നമ്മളെപ്പോഴും നമ്മളൊരു ടീം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഫേവറേറ്റ്സിനെ ഫ്രണ്ട്സിനെ ഒക്കെ കൂടെ ആണ് നമ്മൾ ടീമിലേക്ക് പിക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോ-ആർട്ടിസ്റ്റ് ആണ് അപർണ. കോ-ആർട്ടിസ്റ്റ് എന്നുള്ളതിനേക്കാൾ ഒരു ഗംഭീര ആക്ട്രസ് ആണ് അപർണ. അപ്പം എനിക്കും പെർഫോം ചെയ്യുമ്പോൾ ചില സീക്വൻസസ് ഒക്കെ എടുക്കുമ്പോൾ എൻ്റെയും കുറേ പണി ഈസി ആക്കി തരുന്നത് കൂടെയുള്ള ആളുകളാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അപർണയുടെ കൂടെ ഭയങ്കര കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാൻ. പിന്നെ അപർണ എന്നുള്ളത് ഇപ്പം സൺഡേ ഹോളിഡേ ആയാലും കിഷ്കിന്ധകാണ്ഡം ആയാലും എല്ലാം ഡയറക്ടറിന്റെ ചോയ്സ് ആണ്. ഒരിക്കലും എനിക്ക് അതിനകത്ത് റെക്കമെൻഡേഷനോ സ്പേസോ അങ്ങനെയൊന്നുമില്ല. ഇപ്പം എൻ്റെ അടുത്തും ജിത്തു സാറ് പറയുമ്പോൾ ഇത് പ്രൊജക്റ്റ് ഓൺ ആയതിനു ശേഷം സാറിന്റെ ഫസ്റ്റ് ചോയ്സ് വാസ് അപർണ. അപർണയുടെ കൂടെ അപർണ തന്നെയായിരുന്നു ആ കാസ്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പൊ എനിക്കും അപർണ ആണെങ്കിൽ കൂടുതൽ സന്തോഷം, അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും നല്ലൊരു പെർഫോമർ, നന്നായി ആ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യാൻ, അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളാവണമെന്ന് മാത്രമേ ഞാൻ ഡിമാൻഡ് ചെയ്യാറുള്ളൂ. അതെ ഈ ഇതിന്റെ പ്രൊമോഷൻ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അത് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇതിൻ്റെ അകത്ത് ഒരു ഭാഗ്യ ജോഡി എന്നുള്ള ഒരു ലേബലിലേക്ക് എത്തി എന്നുള്ളത്. അപ്പൊ അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. സിനിമയ്ക്ക് ആവശ്യമില്ലാത്തൊരു പ്രഷർ വരുന്നുണ്ട് അതിൽ. നോക്കാം, എന്തായാലും റിലീസ് കഴിയുമ്പോൾ അറിയാം. ആസിക കഴിഞ്ഞ ദിവസം ദുബായിൽ പ്രൊമോഷൻ ഇവന്റിൽ ആസിക പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, മക്കളുടെ കാര്യത്തെക്കുറിച്ച് ഒരു പറഞ്ഞിരുന്നു. അതായത് തൻ്റെ ഇപ്പം ലേറ്റസ്റ്റ് ഇറങ്ങുന്ന സിനിമ മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന ലോകം എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊരു ചോദ്യം ചോദിച്ചു. ഇതിൻ്റെ ചോദ്യങ്ങൾ രണ്ടാണ്. ഒന്ന്, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും മിറാഷ്. രണ്ടാമത്തത് ഇവരെ അപ്രോച്ച് ചെയ്തിരുന്നു, ഇവരോട് സംസാരിച്ചിരുന്നു ലോക ടീമിനോട്, പ്രത്യേകിച്ച് മക്കളുടെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ. ഡൊമിനിക്കുമായിട്ട് ഞാൻ ഒരുപാട് നാളത്തെ ബന്ധമുള്ളതാണ്. ലോകയുടെ എല്ലാ അപ്ഡേറ്റ്സും ഷൂട്ടിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പം ഫസ്റ്റ് പ്രിഫറൻസ് ഇപ്പം ഞാൻ ചെയ്ത കഴിഞ്ഞ വർഷത്തെ സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കാണാൻ പറ്റിയ ഇപ്പൊ കിഷ്കിന്ധകാണ്ഡം എൻ്റെ മോന് മനസ്സിലാവില്ല. അത് കാണുന്ന ഓഡിയൻസ് കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഓഡിയൻസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈവൻ തലവനാണെങ്കിലും ലെവൽ ക്രോസ് ആണെങ്കിലും ഒക്കെ കുറെ കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഓഡിയൻസിന് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയായിരുന്നു. സർക്കിട്ട് ഉണ്ടായിരുന്നു. സർക്കിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിലെ പാട്ട് ഇഷ്ടമാണ്, ജപ്പുവിനെ ഇഷ്ടമാണ്. അപ്പം ഈ ബാക്കിയുള്ള സിനിമകളെ വെച്ച് കമ്പയർ ചെയ്ത് അപ്പം ലോക പോലെ ഒരു സിനിമ അവർ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഒരു ഭയങ്കര, ഇപ്പൊ പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ നമ്മളൊരു ഹോളിവുഡ് ലെവൽ സ്ക്രീൻ പ്ലേയും മേക്കിങ്ങും നരേഷനും ഒക്കെ ഉള്ളൊരു സിനിമ, അത് ഇപ്പൊ അവഞ്ചേഴ്സ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കുട്ടികൾക്ക് ഉറപ്പായിട്ടും മലയാളത്തിൽ അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പം എന്റെ ചെറുപ്പത്തിൽ ഓഫ് ഹാബി എന്ന് പറഞ്ഞ സിനിമ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അത് ഒരു അത്ഭുതമായിരുന്നു അന്ന്. അപ്പൊ അന്ന് കിരീടം കാണണോ ഓഫ് ഹാബി കാണണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓഫ് ഹാബി എന്നേ പറയുള്ളൂ, അല്ലേ? ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് പണ്ട് നമ്മൾ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കാത്ത പല സിനിമകളും ഇന്ന് നമ്മുടെ ഫേവററ്റ് ലിസ്റ്റിലുള്ള സിനിമകളാണ്. അന്ന് എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി എന്ന് പറഞ്ഞ ഇന്നസെന്റ് അങ്ങനൊരു ഗംഭീര സിനിമയുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ സിനിമ പിന്നെ എപ്പോഴെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. അപ്പൊ ഇപ്പൊ അവരുടെ പ്രായത്തിൽ അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നതിനേക്കാൾ മുകളിലാണ് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത പടങ്ങളെല്ലാം. ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യണമെന്നുള്ളത്. ഇൻഫാക്ട് ഞാനൊരു
സൂപ്പർ ഹീറോ മൂവി ഫാനാണ്. അപ്പൊ എൻ്റെ ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു ഒരു സൂപ്പർ ഹീറോ ചെയ്യണം എന്നുള്ളത്. പക്ഷെ അതില് ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സിനിമയ്ക്കുള്ള ഒരു സ്ക്രിപ്റ്റോ സ്ക്രീൻ പ്ലേ ഒന്നും എൻ്റെ അടുത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ചെയ്യും. അവരായിട്ട് തരുവാണെങ്കിലല്ലേ നല്ലത്, ചോദിച്ച് മേടിക്കുന്നതിനേക്കാൾ. ആഗ്രഹമുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പം ഏത് ആക്ടേഴ്സിനോട് ചോദിച്ചാലും ആക്ടേഴ്സിന്റെ ഏറ്റവും നല്ല ഒരു സ്വഭാവ ഗുണം അതാണ്. എല്ലാവർക്കും ഒരു ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ മനസ്സിലുണ്ടാവും. അവർ ചെയ്യുന്ന പോലത്തെ സിനിമകൾ ചെയ്യണം, അവർക്കുണ്ടായ പോലത്തെ സക്സസ് ഉണ്ടാവണം എന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. വിളിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് പോയി ചെയ്യും.